ആ ജീപ്പ് വിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവന് വീട്ടിലെങ്കിലും എത്തായിരുന്നു. ജീപ്പ് വിട്ടാൽ നന്നായില്ലേ, നാട്ടുകാർ മുഴുവൻ അറിയാനും. നീ മിണ്ടരുത്, നിന്നെ കൊല്ലും ഞാൻ. നിങ്ങളതിനൊക്കെ കാരണം ശാപാങ്കള. ആ ഫ്ലെക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആ പടകപ്പീടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ബേജാറ്. ഓരോന്നും വരച്ച് വയ്ക്കുമ്പോ ആലോചിക്കണോടാ കവിതകളെ. എനിക്കിപ്പോ വീട്ടിൽ പോണം. 10 മണിക്ക് കീഴകമുള്ളതാ. മുത്തശ്ശവത ഞാൻ ഇപ്പൊ ഇവിടെ നടത്തും. അശ്രീകരം. എന്റെ പെക്കടിച്ച് ടെൻഷൻ മാറ്റാൻ പറ്റിയില്ല. ആരെ കണിയുണ്ട് ഈ മുള്ളുകെട്ടിന്. നോക്കൂടാ. വിഷ്ണു, എല്ലാവർക്കും വിഷമമല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. പിന്നെ ജീനിങ്ങോട് വരാതിരുന്നത് തന്നെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. അതൊന്നും കുഴപ്പമില്ല സർ. നീ നിരാശപ്പെടുന്നും വേണ്ട. ഈ സിനിമയില് കഴിവ് മാത്രം പോരാ, കുറെയൊക്കെ ഭാഗ്യവും സമയവും അതിനേക്കാളുപരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്. എന്തായാലും നിനക്കതുണ്ട്. സമയവും ഭാഗ്യവും ഒക്കെ തന്നെ അങ്ങോട്ട് വന്നോളൂ കേട്ടാ. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, പിന്നെ ഒരു വയസ്സൻ ക്യാരക്ടർ ഉണ്ട് ഇതില്. മുത്തച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ച കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല സാർ, അതൊന്നും ശരിയാലോ. ഒന്നാമത് മൂപ്പർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂ. ആണോ? ആ മൂപ്പര് അഭിനയിച്ചാൽ നേരെയാവൂല. ആരാ പറഞ്ഞ ഞാൻ അഭിനയിക്കൂലെന്ന്? ഒന്നല്ലെങ്കിൽ ഞാനൊരു കഥകളി ആസ്വാദകനല്ലേ. ആ പരിചയം എനിക്കില്ല. കഥകളി അല്ല, സിനിമ അഭിനയാണ്. ഇയാൾക്കൊന്നും പറ്റൂലേ? ഞാൻ അഭിനയിക്കും സാറേ. അപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പോയിക്കോട്ടെ. മുത്തച്ഛൻ്റെ കൂടെ വിഷ്ണുവിടെ നിൽക്ക് ഒരു സഹായത്തിന്. വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. സാറേ വേണം ഈ മുള്ളുകെട്ട്. അയ്യോ, വയനാട്ടിൽ ചില കുരങ്ങളുണ്ട്. അയ്യോ, അത് തന്നെ. വനം വകുപ്പ് കാണണ്ട. എൻ്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ഇട്ട ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചമയക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത് പിന്നെ ഓന്റെ കാര്യത്തില് ഞാൻ കൂടുതൽ വർത്താനം പറയണ്ട. ആദ്യം താൻ തന്റെ പണി ചെയ്യാം. പിന്നെ വദനകാന്തിയും അങ്കലാവണ്യവും ഒട്ടും കുറയ്ക്കണ്ട. എന്നുവെച്ചാ എടോ, എന്റെ മുഖത്തിന്റെ ഗ്ലാമർ നവരസങ്ങളും കൂടി വാരി വിതറാനുള്ളതാ. നീ ഏതാ? ഞാൻ മുത്തശ്ശൻ ടച്ചപ്പ് ചെയ്യാൻ വന്നാ. നീ ആ ബാഗ് കൊണ്ട് കൊടുത്തടാ. നീ ആ ബാഗ് ആർട്ട് റൂമിൽ വെച്ചേക്ക്. ഹലോ, ചാബി. അയ്യോ, ഒന്നും മറന്നു. ചാബികൾ കൊടുക്കുമ്പോ എന്റെ മുഖത്ത് ഏതാണോ പാവം വേണ്ടത്? അതെ, ഈ ഒരു പടത്തിലെ ആ കുഞ്ഞു വേഷം കിട്ടില്ലെന്ന് പറഞ്ഞേ ഇങ്ങനെ താടിയും വളർത്തി ജീവിതമേ പോയെന്നും പറഞ്ഞിരിക്കുന്നത് ബോറാ, ഭയങ്കര ബോറാ. അല്ലെങ്കിൽ തന്നെ എന്ത് വേഷമാ? 2-3 ഡയലോഗ്, മാക്സിമം 2 ക്ലോസ്. നാണമില്ലല്ലോ. സച്ചി സാറിന്റെ പടത്തിലെ ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയിട്ടിരിക്കേ. അതിന് 2 ഡയലോഗുള്ള വേഷം ചെയ്താലേ പറ്റൂ, അറിയോ? അതെന്താ? വിഷ്ണു, അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഭാവന ഇച്ചിരി ടച്ചപ്പ് ഗേളായിട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാവും നടക്കൂന്ന്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിനക്ക് തന്നെ വരൂടാ. അഭിനയിക്കാൻ വന്ന ആളാ ഇപ്പൊ ചാവപ്പെട്ടി ചോന്ന് നടക്കണം. എടാ ജീനെ, ഇവന് ആസിഫിന്റെ നല്ല ചായ ഇല്ലടാ. ഇവന് ആസിഫിന്റെ ചെറുപ്പമാക്കിയല്ലോ. ചായയൊക്കെ ഉണ്ട്, പക്ഷെ ആസിഫിന്റെ ഒരു ആസിഫ് തന്നെയാണ്. ആസിഫാ? എങ്ങനെ? മീശയൊക്കെ പിടിച്ചിട്ട് തമിഴില് സൂര്യൊക്കെ ചെയ്യണമല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അവനെ കൂടി വലുതായിക്കോട്ടെ. എന്നാ ശ്രീനിയുടെ ചെറുപ്പമാക്കിയാലോ? പപ്പക്ക് അവനെ അഭിനയിപ്പിച്ചടങ്ങുള്ളൂ എന്നാണ്.
അല്ല ജീനെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവന് വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയില്ല. പാവം. ഒന്നാമത് ഇവനെങ്ങനെയാണ് ശ്രീനേട്ടനെ ചെറുപ്പം ചെയ്യുന്നത്? ഇവൻ നല്ല കളറല്ലേ? ശ്രീനേട്ടനാണെങ്കിൽ നല്ല കറുപ്പും. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കനെ വാർണയാക്കിയതല്ലേ മൃഗയില്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല ബാബട്ടാ, അവന്റെ മൂക്കില്ലേ ശ്രീനേന്റെ പ്രത്യേകതയുള്ള മൂക്കല്ലേ, ഒട്ടും മാച്ച് ആവൂലത്. പിന്നെ ഞാൻ ആ മധുവിന്റെ അടുത്ത് അത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. സമയം ശരിയല്ല. എന്താടി? നീ അങ്ങോട്ട് നോക്കിയേ. ഏ? അങ്ങോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. പറഞ്ഞത് ശരിയാ, മാച്ച് ആവൂല. മാച്ച് ആവൂലെന്നോ? എന്ത് മാച്ച് ആവൂല? നാളെ മുത്തശ്ശന്റെ ഷൂട്ട് തീരുവോ? നാളെ തന്നെ തിരിച്ചു പോവോ? എടാ വിഷ്ണു, അയ്യോ വിശന്നിട്ട് പാടില്ലേ. ശരി, നാളെ പറയാം. നെക്സ്റ്റ് இந்த ஏரியா மாஸ்டர். ஆமா ஆமா. ஓகே. ஆசிஃப் அண்ட் ஓல்ட் டான்சர்ஸ். ஓகே மாஸ்டർ. എന്താടാ നീ പോവേണം? എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ വർക്കിന്റെ ടെൻഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ, അതൊന്നും മനസ്സിലാക്കണ്ട കേട്ടാ. ഓക്കെ. അതെ, കുറെ നേരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ? പറയാൻ അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ പോലെ. റെഡി ആൻഡ് ആക്ഷൻ. ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് എന്റെ മുത്തച്ഛൻ. ചേട്ടാ ഒന്ന് മാറൂ. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും. ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്, അടുത്ത സീനുള്ളല്ലേ? ടേക്കിന്റെ സമയം കഴിയാൻ ചെയ്തിട്ടില്ല, മാങ്ങാത്തിരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എടാ പിന്നെ പറയുന്ന കേക്ക്, അവിടെ പോയി വിളിക്ക്. വേഗം പോ. പോ വിഷ്ണു. പിന്നല്ലാണ്ട് ബാദൂറിന്റെ റെഡിയാണ് റെഡിയാണ്. റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം അല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും തിരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് കാതലെന്നു സെൽഫി